നീണ്ട 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും കമലും ഒന്നിക്കുന്ന ചിത്രമാണ് ഉട്ടോപ്പിയയിലെ രാജാവ്. 2006 റിലീസായ കറുത്ത പക്ഷികളാണ് ഈ ടീമിന്റേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം. സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ പശ്ചാത്തലമാക്കി ഒരുക്കിയിട്ടുള്ള ആക്ഷേപഹാസ്യ ചിത്രമാണ് ഉട്ടോപ്പിയയിലെ രാജാവ്. ജുവൽ മേരിയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക. മോഹൻലാൽ രഞ്ജിത്ത് ടീമിന്റെ ലോകമാണ് ഓണച്ചിത്രങ്ങളിൽ ആദ്യം എത്തിയത്. നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്ന ചിത്രം ഇതിനോടകം തന്നെ ഫാൻസ് അസോസിയേഷൻകാരും പ്രേക്ഷകരും ഏറ്റെടുത്തു കഴിഞ്ഞു. സ്വർണ്ണക്കടത്തിന്റെ കഥ പറയുന്ന ലോകം, ഉട്ടോപ്പിയയിലെ രാജാവ്, ജമുന പ്യാരി, ഡബിൾ ബാരൻ, കുഞ്ഞിരാമായണം എന്നീ ചിത്രങ്ങൾക്കൊപ്പമാണ് മാറ്റുരയ്ക്കുന്നത്. സൂപ്പർ താര ചിത്രങ്ങൾക്കൊപ്പമാണ് ചാക്കോച്ചന്റെ ജമുന പ്യാരി മത്സരത്തിനൊരുങ്ങുന്നത്. മായ ബസാറിലൂടെ സംവിധായകനായി അരങ്ങേറിയ തോമസ് സെബാസ്റ്റ്യൻ 7 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരവ് നടത്തുന്നു ഈ ചിത്രത്തിലൂടെ. ഓർഡിനറി എന്ന മലയാള ചിത്രത്തിലെ ബസ് കണ്ടക്ടർ ഇരവിക്കുട്ടൻ പിള്ളയെ പോലെ നാട്ടിൻപുറത്തിന്റെ നന്മയും നിഷ്കളങ്കതയും ഒക്കെയുള്ള ഓട്ടോ ഡ്രൈവർ കുട്ടൻ എന്ന വാസൂട്ടനെയാണ് ചാക്കോച്ചൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പുതുമുഖം ഗായത്രി സുരേഷാണ് ചിത്രത്തിലെ നായിക. ആമേൻ എന്ന ക്ലാസിക്കിന് ശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡബിൾ ബാരൻ. തന്റെ 2 ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയ PS റഫീഖിന്റെ ഉട്ടോപ്പിയയിലെ രാജാവിനൊപ്പമാണ് ലിജോ ഇത്തവണ വെടിപൊട്ടിക്കുന്നതെന്ന പ്രത്യേകതയും ഉണ്ട്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ആര്യ, ആസിഫ് അലി, സണ്ണി വെയിൻ, ഇഷ ഷെർവാണി, സ്വാതി റെഡ്ഡി എന്നീ യുവതാരങ്ങൾ അണിനിരക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ് ഡബിൾ ബാരൻ. 2 രത്നങ്ങൾ തേടിപ്പോകുന്ന സംഘങ്ങളുടെ കഥയാണിത്. ഹോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്ന സാങ്കേതിക തികവോടെയാകും ചിത്രം തിയേറ്ററുകളിലെത്തുക. ബേസിൽ ജോസഫ് സ്വതന്ത്ര സംവിധായകനാകുന്ന ചിത്രമാണ് കുഞ്ഞിരാമായണം. ഈ ചിത്രത്തിൽ ദുബായ് കുഞ്ഞിരാമൻ എന്ന ടൈറ്റിൽ കഥാപാത്രത്തിൽ വിനീത് ശ്രീനിവാസൻ എത്തുന്നു. സഹോദരൻ ധ്യാൻ ശ്രീനിവാസനൊപ്പം ആദ്യമായി വിനീത് സ്ക്രീൻ പങ്കിടുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. അജു വർഗീസ്, നീരജ് മാധവ്, മാമു കോയ, ഇന്ദ്രൻസ് എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ശൃംദയാണ് ചിത്രത്തിലെ നായിക. രൂപത്തിലും ഭാവത്തിലും ചേഷ്ടകളിലുമൊക്കെ ശ്രീനിവാസന്റെ പഴയ ചില കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഗെറ്റപ്പിലാണ് വിനീത് എത്തുന്നത്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾക്കൊപ്പം വിനീത് ശ്രീനിവാസന്റെയും പൃഥ്വിരാജിന്റെയും യുവനിരയും ഈ 2 ജനറേഷനുകളുടെയും പ്രതിനിധിയല്ലാത്ത ചാക്കോച്ചന്റെയും സിനിമകളാണ് ബോക്സ് ഓഫീസിൽ മത്സരത്തിന് ഒരുങ്ങുന്നത്. ഈ ചിത്രങ്ങളിൽ അന്തിമ വിജയം ആർക്കൊപ്പമാകും എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രം പ്രേമം തെലുങ്കിൽ റീമേക്കിനൊരുങ്ങുകയാണ്. സൂപ്പർ സ്റ്റാർ നാഗാർജുനയുടെ മകൻ നാഗചൈതന്യയാണ് ചിത്രത്തിൽ നിവിൻ പോളി അവതരിപ്പിച്ച ജോർജിന്റെ വേഷം ചെയ്യുക. പ്രേമം സിനിമയിലൂടെ തരംഗമായി മാറിയ മലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ